തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഞാൻ മാഡത്തിന് ഭക്ഷണം കൊണ്ടുവന്നതാ. ഇവിടെ വച്ചേക്കാം, മറക്കാതെ എടുത്ത് കഴിക്കണേ. ബാക്കി വെക്കരുത്, മുഴുവനും കഴിക്കണം. ഓക്കെ? എനിക്ക് ഭക്ഷണം വേണമെന്ന് ഞാൻ പറഞ്ഞു. ചോദിക്കാതെ അറിഞ്ഞു ചെയ്യുന്നല്ലേ മാഡം അതിന്റെ ഒരു രീതി, പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരുടെ. ഓഫീസിൽ വന്ന് എന്തും ചെയ്യാന്നാണോ? എനിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ നിന്നോട് ആര് പറഞ്ഞു? ആരും പറയണ്ട, പറയാതെ ചെയ്യുന്നതാ ഈ ചാരുവിന്റെ ഒരു സ്റ്റൈല്. ശ്രേയയുടെ ഒരു സ്റ്റൈൽ എന്താണെന്നറിയോ നിനക്ക്? എനിക്കിഷ്ടമില്ലാത്തത് ചെയ്തോ കാരണം അടിച്ചു പൊളിക്കുന്നതാ. എന്താ മാഡം ഇത്? ഓഫീസിൽ വിശന്നിരിക്കണ്ടെന്ന് കരുതി എന്റെ കൈ കൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവന്നപ്പോ എന്നെ തല്ലെന്ന് പറയുന്നത് എന്തിനാ? അതൊരു മര്യാദയാണോ? ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോയില്ലെങ്കിൽ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ മാഡം, ഞാൻ പൊയ്ക്കോളാം. പോകാൻ തന്നെയാ വന്നത്, അല്ലാതെ എവിടെ ഇരുന്ന് ജോലി ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ. പക്ഷെ ഭക്ഷണം ഞാൻ ഇവിടെ വെച്ചിട്ടേ പോവും. നീ ഭക്ഷണം കൊണ്ടുവന്നതല്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള തുടക്കമാണെന്ന് എനിക്കറിയാം. അല്ല മാഡം, ഭർത്താവുമായിട്ട് പിണങ്ങി സ്വന്തം വീട്ടിൽ പോയി നിന്നാലും മാഡം എപ്പോഴും ആയിരപ്പറയിലെ ബാലമാഷിന്റെ മരുമകള് തന്നെയല്ലേ? അതിലൊരു മാറ്റവും ഇല്ലല്ലോ. മാഡം മാഡത്തിന്റെ വീട്ടിൽ നിന്നാലും ആയിരപ്പറയിലെ മരുമകളാ. അതല്ല, ഞങ്ങളുടെ വീട്ടിൽ വന്നു നിന്നാലും ആയിരപ്പറയിലെ മരുമകളാ. അല്ലേ ഓമനക്കുട്ടൻ സാറേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അത് കറക്റ്റാ. അല്ല മാഡം എന്തിനാ ചൂടാവുന്നേ? ഞാൻ ഭക്ഷണം വെച്ചിട്ട് പോയിക്കോളാം. എവിടെയായാലും ഞങ്ങളുടെ വീട്ടിലെ ഫുഡ് കഴിച്ചാ മതി. അത് പറയാ നീ ആരാ? അയ്യോ, ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ ഫാദറിൻലോ ഇല്ലേ, അദ്ദേഹം പറഞ്ഞതാ. ചുമ്മാ പറയും പോലെ പറഞ്ഞതല്ല, ഉത്തരവിട്ടതുപോലെ പറഞ്ഞത്. ബാലമാമന്റെ വാക്ക് ഞാൻ ധിക്കരിക്കാറില്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കും. അതാ ഫുഡും കൊണ്ട് ഞാൻ നേരിട്ട് വന്നത്. ഞാനെന്തിനാ മാഡം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇന്ന് പരസ്പരം ചീത്ത പറഞ്ഞും വഴക്കിട്ടൊക്കെ ആയിരിക്കും. നാളെ പൊന്നേ മുത്തേ വാവേ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കൊഴയും. ഇപ്പോഴത്തെ ദേഷ്യത്തില് ഭക്ഷണം പുറത്തുനിന്നോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിച്ചാ അതിന്റെ നാണക്കേട് ആയിരപ്പറക്കാർക്കല്ലേ? അതുകൊണ്ട് മാത്രം ഞാൻ ഭക്ഷണം കൊണ്ടത്. അത് തെറ്റായി പോയോ? ഓരോന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണോ നീ? നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതിലും ഭേദം പട്ടിണി കിടക്കുന്നതാ. മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ നോക്ക്. സൗമ്യ, എന്റെ ഭാര്യ ഒരു ഓംലെറ്റും അങ്ങച്ചറും മാത്രം തന്നുവിട്ടിരിക്കുന്നു. ചാരുവാണെങ്കിൽ പലതരത്തിലുള്ള കറികൾ നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. മാഡത്തിന് വേണ്ടെങ്കിൽ അത് മേടിച്ച് നമുക്ക് തന്നാ പോരെ. മിണ്ടാതിരിക്കേ, മാഡം കേട്ട എനിക്കൂടെ ചേർത്ത് തരും. ഇത്ര ചെറിയ കാര്യത്തിന് മാഡം പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? ഇന്നിവിടെ ഓഫീസിൽ ജോലിയൊന്നുമില്ലേ? ശബ്ദം ഉണ്ടാക്കണ്ട. മാഡം കേട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫുഡ് കൊണ്ടുവരാന്നുള്ളത് എന്റെ കടമയാ. കാരണം ബാലമാമന്റെ മരുമകളാ എന്റെ അമ്മാവന്റെ മകൻ അരവിന്ദേട്ടന്റെ ഭാര്യ. ഞാൻ ഭക്ഷണം കൊണ്ടുവരും. അരവിന്ദേട്ടനായിട്ട് ഒരുമിച്ചോ പിരിഞ്ഞോ ജീവിക്കാം, അതൊക്കെ മാഡത്തിന്റെ ഇഷ്ടം. എടി, ഞാനും അരവിന്ദൻ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത് ഇവിടെയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയല്ലേ നീ സ്നേഹം അഭിനയിച്ച് കാരിയറും കൊണ്ട് വന്നിരിക്കുന്നത്? എല്ലാ കാര്യത്തിലും ഇങ്ങനെ സംശയിച്ചാൽ എങ്ങനെയാ? ഞാൻ ആരോടും ഒന്നും പറയാൻ വന്നതല്ല, പറയുകയില്ല. കാരണം എന്താണെന്നറിയോ? ഇത് മാഡത്തിന് മാത്രല്ല നാണക്കേട്, എന്റെ ബാലമാമന്റെ തറവാടിനും കൂടിയാ. അങ്ങനൊരു നാണക്കേടുണ്ടാവാൻ ഞാൻ അനുവദിക്കോ? പറയും മാഡം.
ഫുഡേ ഞാനിവിടെ വച്ചേക്കാം. മറക്കാതെ ദേഷ്യപ്പെടാതെ എടുത്ത് കഴിക്കണം. ദേഷ്യം കാണിക്കേണ്ടതേ മനുഷ്യരോടാ, ഭക്ഷണത്തോടല്ല. ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണം മുഴുവനും കഴിക്കണം. മാഡം പിടിവാശി കളയും. മാഡത്തിന് ഇഷ്ടമുള്ള മെനു ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. കഴിക്കണം കേട്ടോ. ഭക്ഷണം ഞാൻ ഇവിടെ വച്ചേക്കോണേ. ബൈ മാഡം. ശരി, പോട്ടെ പോട്ടെ. എന്തൊക്കെയായിരുന്നു ഡയലോഗ്, സെന്റിമെന്റ്സ്, റൊമാൻസ്. ഇപ്പൊ ഞാൻ നാണം കേട്ടപ്പോ സമാധാനമായല്ലോ. അത് മാത്രമല്ല, മേഡത്തിന് എന്നോടുള്ള ദേഷ്യവും കൂടിയിട്ടുണ്ടാവും. എടാ, ഒരു പെണ്ണിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാ. ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റ് ചെന്നാലൊന്നും മാഡത്തിന്റെ മനസ്സ് മാറില്ല. ഇങ്ങനെയല്ലല്ലോ ഇന്നലെ പറഞ്ഞത്. എന്റെ ആത്മാർത്ഥ സ്നേഹവും കണ്ടാ മതി, മേഡം നിന്റെ പിന്നാലെ പോരുന്നൊക്കെ അല്ലേ. അത് ഡാ, നിന്നെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഞാൻ. നീ തളരരുത്, പിടിച്ചു നിൽക്കണം. കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസങ്ങളായിട്ടും ഒന്ന് തൊടാൻ പോലും കിട്ടിയില്ലല്ലോ നിനക്ക്. ചന്ദ്രഭാമ, വെറുതെ എന്നെ ഓരോന്ന് ഓർമ്മിച്ച് ഭ്രാന്ത് കേട്ടല്ലേ. ഡാ, ഞാൻ വേറെ ഉദ്ദേശമൊന്നും പറഞ്ഞതല്ല. ക്ഷമ വേണമെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. ഡാ, ശ്രേയ മേഡം ഒരു സാധാരണ പെണ്ണല്ല, ചീഫ് എഞ്ചിനീയറാ. അതിൻ്റെതായ ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടാവും. നമ്മുടെ ഐഡിയ പാളിപ്പോയി, ശരിയാ. അടുത്തത് പാളില്ലടാ മോനെ. ഏത് പെണ്ണായാലും വളച്ചൊടിച്ച് കുപ്പിയിലാക്കുന്ന വേറെയും ഐഡിയ ഈ ശാന്തപ്പന്റെ കയ്യിലുണ്ട്. എന്ത് ഐഡിയ? ഇതൊക്കെ പറയാ. ഞാനിത് കുഞ്ഞോളി പരീക്ഷിച്ചതാ, വിജയിച്ചു. കണ്ടില്ലേ അവളിപ്പോ എന്റെ വീട്ടിൽ ഇരിക്കുന്നത്. അതുപോലെ ശ്രേയ മാഡവും നിന്റെ വീട്ടിലിരിക്കും. നീ കണ്ടോ? അതൊക്കെ ശരി, ഐഡിയ എന്താണെന്ന് പറ. വർക്കൗട്ട് ആവൂ? ഉറപ്പല്ലേ? ഞാൻ ആയില്ലെങ്കിൽ വേറെ ഐഡിയ ഉണ്ട്. പക്ഷേ അതിപ്പോ പ്രയോഗിക്കാൻ പറ്റില്ല. അത് ഒരറ്റ കൈ പ്രയോഗം. വശീകരണ മന്ത്രോ കൂടോത്രോ വല്ലോ ആണോ? അയ്യേ, അതൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യോ? മണ്ടാത്തരം. ദേ, വേറെയാ, വഴിയേ പറയാം.